നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിച്ചാറ്റ്സിലേക്ക് സ്വാഗതം. ഹാഫ് എ ഡേയുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ആ ചാപ്റ്റർ ഓൾറെഡി സമ്മറി ലൈൻ ബൈ ലൈൻ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ചാനൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അതെന്തായാലും കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സെക്ഷനിലോട്ട് വരാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതിലെ ഷോർട്ട് ആൻസേഴ്സും ഒക്കെ നമ്മൾ ഓൾറെഡി ഒരു സമ്മറി പറയുമ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ചോദ്യം കാണുമ്പോൾ തന്നെ ആൻസർ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അതും എല്ലാവരും നോക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഇത് നമുക്ക് എന്താണ് ആക്ച്വലി ആ ഒരു ചാപ്റ്ററിൽ പറയുന്നത് എന്താണ്, അതിൽ ആ ഒരു ചൈൽഡ്ഹുഡ് മുതൽക്ക് ഉള്ള ഒരു വ്യക്തിയുടെ ഒരു ജീവിതം അതിപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള ഒരു ഓൾഡ് ഏജ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലാണ്. അപ്പോൾ ആ ഒരു ചൈൽഡ്ഹുഡിൽ നിന്നും ഒരു ഓൾഡ് ഏജിലോട്ട് എത്തിയപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവും. ആ ഒരു മാറ്റങ്ങളെ അവിടെ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്, അവർ ആ ഒരു തുടക്കത്തിൽ അവർ ആ ഒരു ചുറ്റുപാടും ഒരുപാട് വ്യത്യാസങ്ങൾ അവർ പറയുന്നുണ്ട്. അതായത് സ്കൂളിൽ പോരുന്ന സമയത്തൊക്കെ ഗാർഡൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു വഴിയോരങ്ങളൊക്കെ എന്താണ് ഫുള്ള് റോഡും അതേപോലെ വാഹനങ്ങളും അതേപോലെ മൊത്തത്തിൽ ഒരു സിറ്റി ആയിട്ട് ആ ഒരു ഏരിയ മാറിക്കഴിഞ്ഞു. ബിൽഡിങ്സും കാര്യങ്ങളും ഒക്കെ നിറഞ്ഞു കഴിഞ്ഞു എന്നുള്ള ഒരു സിറ്റുവേഷനിലായി എപ്പോഴേക്കും ഇദ്ദേഹം ഒരു ഗ്രാൻഡ് ഫാദറായി ഒരു ഓൾഡ് ഏജിലോട്ട് എത്തിയപ്പോഴേക്കും. അപ്പോൾ അത്രയും ഓപ്പോസിറ്റ് ആയിട്ടുള്ള നേരെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരുപാട് വ്യത്യാസമുള്ള ഒരു ചുറ്റുപാടും കാര്യങ്ങളും ലൈഫ് സ്റ്റൈലും ഒക്കെയാണ് എപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു ഗ്രാൻഡ് ഫാദർ ആയിട്ട് ഒരു ഓൾഡ് ഏജിലായിട്ട് എത്തിയപ്പോഴേക്കും സംഭവിച്ചിരിക്കണം നമുക്ക് മനസ്സിലാകും. അതേപോലെ ഫൈനൽ ഭാഗത്ത് പറയുന്നുണ്ട് ആ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുമോ എനിക്ക് എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഇനി ഒരു തിരിച്ചുപോക്ക് ഇല്ല ആ ഒരു ചൈൽഡ്ഹുഡിലേക്ക് അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക് ഇനി ഒരിക്കലും നമുക്ക് സാധ്യമല്ല എന്നുള്ള ഒരു കാര്യം കൂടെയാണ് അവരവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഷോർട്ട് ആൻസേഴ്സ് നോക്കാം. വൈ ഡിഡ് ദ നരേറ്റർ വെയർ ന്യൂ ക്ലോത്ത്സ്? എന്തിനാണ് പുതിയ ഡ്രസ്സൊക്കെ ധരിച്ച് പോകുന്നത്? സ്കൂളിൽ പോകാനാണ് അല്ലേ. ദ നരേറ്റർ വോർ ന്യൂ ക്ലോത്ത്സ് ബിക്കോസ് ഹി വാസ് ഗോയിങ് ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് സ്കൂളിൽ പോവുകയാണ്. ഹിസ് ഫാദർ വാസ് ടേക്കിംഗ് ഹിം ടു സ്കൂൾ. ആരാ സ്കൂളിൽ കൊണ്ടുവന്ന? അച്ഛനാണ്. അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ഹൗ ദ ചൈൽഡ് ചാലഞ്ചസ് ദ ഐഡിയ ഓഫ് സ്കൂളിംഗ് അല്ലെങ്കിൽ സ്കൂളിൽ പോവുക എന്ന് പറയുന്ന ആ ഒരു ഐഡിയയെ എങ്ങനെയാണ് കുട്ടി ചാലഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് വെല്ലുവിളിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ദ ചൈൽഡ് ചാലഞ്ചസ് ദ ഐഡിയ ഓഫ് സ്കൂളിംഗ് ബൈ ലുക്കിംഗ് ബാക്ക് അറ്റ് ഹിസ് മദർ ഹു ഈസ് വാച്ചിങ് ഹിം ആസ് ഹി ഈസ് ഫോഴ്സ്ഡ് ടു സ്കൂൾ ബൈ ഹിസ് ഫാദർ. അപ്പോൾ എന്താണ്, അച്ഛൻ്റെ കൂടെ ഇങ്ങനെ നിർബന്ധിച്ച് അച്ഛൻ സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൻ എന്താണ് തിരിഞ്ഞു നോക്കുന്നുണ്ട് അമ്മയുടെ അടുത്തേക്ക്. എങ്ങാനും അച്ഛൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ച് അമ്മയുടെ അടുത്തേക്ക് തന്നെ ഓടിപ്പോകാൻ പറ്റുമോ എന്നുള്ളത്. ദ ചൈൽഡ് തോട്ട് ദർ വാസ് നോ നീഡ് ഫോർ ഹിസ് പാരൻസ് ടു ഡ്രൈവ് ഹിം അവേ ഫ്രം ദ കംഫർട്ട് ഓഫ് ഹിസ് ഹോം ആൻഡ് ടോവിങ് ഹിം ഇൻ ടു ദ സ്കൂൾ വിച്ച് ലുക്ക്ഡ് ലൈക്ക് എ ഫോർട്രസ് സ്റ്റോൺ ആൻഡ് ഗ്രിം. ഒരു താല്പര്യവും ഇല്ലാത്ത ഈ ഒരു കാര്യത്തിന്, അതായത് എന്തിനാണ് വളരെ സുഖമായിട്ട് ഞാൻ ജീവിക്കുന്ന എൻ്റെ വീട്ടിൽ നിന്ന് എന്തിനാണ് എന്നെ നിർബന്ധിച്ചിട്ട് ഈ ഒരു സ്കൂളിലോട്ട് വളരെ ഫോർട്രസ് ആയിട്ടുള്ള സ്റ്റേൺ ആയിട്ടുള്ള ഗ്രിമ്മായിട്ടുള്ള ഒരു സുഖമില്ലാത്ത ഒരു സ്കൂളിലോട്ട് എന്തിനാ എന്നെ കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു ചിന്തയാണ് ആർക്കുള്ളത്, ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നത്. അടുത്ത ചോദ്യം, ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്. എക്സ്പ്ലെയിൻ ദ ചൈൽഡ്സ് തോട്ട്സ് ഓൺ സ്കൂളിംഗ്. അപ്പം എന്താ പറയുന്നുണ്ട്, എനിക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവണില്ല. ഐ വാസ് നോട്ട് കൺവിൻസ്ഡ് എനിക്കതൊന്നും ബോധ്യമാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, കുട്ടിയുടെ ചിന്ത, സ്കൂളിൽ പോവുക എന്നുള്ളതിനെ കുറിച്ചുള്ള കുട്ടിയുടെ ചിന്ത എന്താണ് അതിലർത്ഥമാക്കുന്നത്. ചൈൽഡ് ആസ്ക് ഹിസ് ഫാദർ വൈ ഹി വാസ് സെൻഡ് ടു സ്കൂൾ. അവൻ ചോദിക്കുന്നുണ്ട് എന്തിനാ ഇപ്പം എന്നെ സ്കൂളിൽ കൊണ്ടുപോകണേ, ഞാൻ ഇനി പറയണതൊക്കെ കേട്ടോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ഹി സെഡ് ഹി വുഡ് ഡു നത്തിങ് ടു അനോയ് ഹിം. ഞാനിനി നിങ്ങളെ ശല്യപ്പെടുത്തുന്നൊന്നും ഞാൻ ചെയ്യില്ല. ദെൻ ഹിസ് ഫാദർ ടോൾഡ് ഹിം ദാറ്റ് സ്കൂൾ വാസ് നോട്ട് പണിഷ്മെൻറ്റ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, നീ എന്തെങ്കിലും ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചതുകൊണ്ടല്ല നിന്നെ സ്കൂളിൽ, അതിനൊരു പണിഷ്മെൻ്റ് ആയിട്ടല്ല നിന്നെ സ്കൂളിൽ കൊണ്ടുവിടുന്നത്. സ്കൂൾ എന്തല്ല, ഒരിക്കലും ഒരു പണിഷ്മെൻ്റ് അല്ല. ഇറ്റ് ഈസ് എ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ മെൻ ഔട്ട് ഓഫ് ബോയ്സ്. അപ്പം അതൊരു ഫാക്ടറി പോലെയാണ്, കുട്ടികളിൽ നിന്നും ഉപകാരപ്രദമായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള പുരുഷന്മാരെ വാർത്തെടുക്കുന്ന അല്ലെങ്കിൽ മനുഷ്യന്മാരെ വാർത്തെടുക്കുന്ന ഒരു സ്ഥലമാണത്. ബട്ട് ദ ചൈൽഡ് വാസ് നോട്ട് കൺവിൻസ്ഡ് ദാറ്റ് ഹി വാസ് നോട്ട് സെൻഡ് ടു സ്കൂൾ ആസ് എ പണിഷ്മെൻറ്റ്. അപ്പം അത് ആ ഒരു സാഹിത്യമൊന്നും ആർക്ക് മനസ്സിലാവുന്നില്ല, കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് എന്ത് പറയുന്നത്, ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്, അതൊന്നും എൻ്റെ തലയിൽ കയറുന്നില്ല എന്നുള്ളൊരു മറുപടി അവനോട് പറയുന്നത്. അടുത്ത ചോദ്യം, ഹൗ ഡിഡ് ദ ഫാദർ മോട്ടിവേറ്റ് ദ ചൈൽഡ് വെൻ ഹി ഹെസിറ്റേറ്റഡ് ടു എൻറ്റർ ദ ക്ലാസ്. അപ്പം എന്താണ്, ക്ലാസ്സിലോട്ട് കയറാൻ മടിച്ച സമയത്ത് ഫാദർ എന്താണ് അവന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞത്. The father motivated the child when he hesitated to enter the class by saying that only by going into the class he could become like his father and his brothers. അപ്പം എന്താണ്, സ്കൂളിലോട്ട് പോയാൽ മാത്രമേ നിനക്ക് നിൻ്റെ അച്ഛനെ പോലെയും സഹോദരന്മാരെ പോലെയൊക്കെ ആവാനായിട്ട് സാധിക്കുകയുള്ളൂ. He asked the child to be a man and that day he would truly begin his life.
അപ്പം എന്താ പറയുന്നത്, നീ എന്നൊരു പുരുഷനാവുന്നു അല്ലെങ്കിൽ വളർന്ന ഒരു വ്യക്തിയാവുന്നു അന്നാണ് നിൻ്റെ ലൈഫ് ശരിക്കും തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിന് നീ ആദ്യം എന്ത് ചെയ്യണം, സ്കൂളിലോട്ട് പോകാനായിട്ട് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വൈ ഡിഡ് ദ ബോയ് ഫീൽസ് ലൈക്ക് എ സ്ട്രേഞ്ചർ ഇൻ ദ സ്കൂൾ? ആ സ്കൂളിൽ ഒരു അപരിചിതത്വം അവന് ഫീൽ ചെയ്യാനുള്ള കാരണം എന്താണ്? The boy felt like a stranger in the school because although he saw many boys and girls there was not a single one whom he knew and none of them knew him. അപ്പോൾ ആദ്യമായിട്ട് അവിടെ ചെല്ലുമ്പോൾ എന്താ, നമുക്ക് എല്ലാവരും പരിചയം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. നമുക്കൊരു അപരിചിതത്വം എവിടെ ഫീൽ ചെയ്യുക, നമുക്ക് പരിചിതരായ ആരും ഇല്ലാത്തതുകൊണ്ട്. ഫസ്റ്റ് ചെന്ന് കയറുന്ന സമയത്ത് അവനും അവിടെ കുറേ മുഖങ്ങൾ കാണുന്നുണ്ട്, കുട്ടികളെ കാണുന്നുണ്ട്, പക്ഷെ അവൻ ആരും അറിയില്ല, അവനെ ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് അവൻ അവിടെ അപരിചിതത്വം ഫീൽ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദ ടീച്ചേഴ്സ് അറ്റംപ്റ്റ് ടു കൺസോൾ ദ ചിൽഡ്രൻ ബൈ കോളിംഗ് സ്കൂൾ ആസ് എ ന്യൂ ഹോം? അപ്പോൾ ടീച്ചർ അങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് കരയുന്ന കുട്ടികളെയൊക്കെ, ഇത് നിങ്ങളുടെ പുതിയ വീടാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു സമാധാനിപ്പിക്കുന്ന ആ ഒരു രീതിയോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കണം. When the gate of the school was closed, ഗേറ്റ് ക്ലോസ് ചെയ്ത സമയത്ത് many children started crying. കുട്ടികളൊക്കെ കരയുന്നുണ്ട്. നമുക്കറിയാം പ്രവേശനോത്സവത്തിനും ആദ്യത്തെ ദിവസമൊക്കെ കുട്ടികളൊക്കെ കരയുന്നുണ്ടാവും. Then a lady and some men came. ഒരു സ്ത്രീയും കുറച്ച് പുരുഷന്മാരും വന്നു എന്ന് പറയുന്നുണ്ട്. ടീച്ചറും അവിടുത്തെ സാറുമാരും ഒക്കെ ആയിരിക്കും. They were teachers and they tried to console the children by calling the school a new home. അപ്പം എന്താണ് അവരെന്ത് പറഞ്ഞിട്ടാ സമാധാനിപ്പിക്കുന്നത്, ഇതാണ് നിങ്ങളുടെ പുതിയ വീട്. It was a good effort on their part to say so to make the children feel comfortable. അതെന്താണ്, കുട്ടികളെ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലം ഏത്, അവരുടെ വീടാണ്. അപ്പോൾ വീട് വെച്ചിട്ട് ഈ സ്കൂളിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, കുട്ടികൾക്ക് ഒത്തിരി സമാധാനമാവും. അടുത്ത ചോദ്യം, ദ ബോയ് ടേൺഡ് ഹാപ്പി ആഫ്റ്റർ ഹി ഫൗണ്ട് ദ റിച്ച് വെറൈറ്റി ഇൻ സ്കൂൾ കമൻറ്റ്. അപ്പം എന്താണ്, ഒത്തിരി വെറൈറ്റികൾ, വൈവിധ്യങ്ങൾ ആ ഒരു സ്കൂളിലുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ എന്താണ്, അവന് സന്തോഷമായി എന്ന് പറയുന്നത്. വൈവിധ്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ, പലതരത്തിലുള്ള ഗെയിംസും പലതരത്തിലുള്ള കുട്ടികളും പലതരത്തിലുള്ള ടീച്ചേഴ്സും ഫുഡും അങ്ങനത്തെ പല പല കാര്യങ്ങൾ. ചെറിയ കുട്ടികളുടെ ആ ഒരു നഴ്സറി പോലെ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ കൊണ്ട് ചെല്ലുന്ന സ്ഥലം എന്ന് പറയുന്നത്, സ്കൂളെന്ന് പറയുന്നത് നല്ല രസമുള്ളതായിരിക്കുമല്ലോ, ഗെയിംസും കാര്യങ്ങളും ഒക്കെയുള്ള സ്ഥലമായിരിക്കുമല്ലോ. അതാണ് വൈവിധ്യങ്ങൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. The boy turned happy after he found the rich variety in school. Among the boys and girls, he found boys to befriend and girls to love. അപ്പോൾ എന്താണ്, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉണ്ട്. ആൺകുട്ടികളെ അവൻ സുഹൃത്തുക്കളുമാക്കി, അതേപോലെ പെൺകുട്ടികളെ അവൻ സ്നേഹിക്കാനും തുടങ്ങി. There were swings, the vaulting horse, ball games. അപ്പോൾ എന്താണ്, ഊഞ്ഞാലുകളും അങ്ങനെ മരക്കുതിര പോലത്തെ സംഭവങ്ങളും അതേപോലെ ബോൾ ഗെയിംസ്, പന്ത് കൊണ്ടുള്ള ഗെയിംസും ഒക്കെ കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ പലതരത്തിലുള്ളതുണ്ടായിരുന്നു. The children sang in the music room. They started learning about language. അപ്പോൾ എന്താണ്, മ്യൂസിക് റൂം ഉണ്ട്, അവിടെ കുട്ടികൾ പാട്ട് പാടുന്നുണ്ട്, ലാംഗ്വേജ് പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. They saw a globe showing the various continents and countries. കോണ്ടിനൻസും കൺട്രീസും ഒക്കെ കാണിച്ചു കൊടുക്കുന്ന എന്തുണ്ട്, ഗ്ലോബ് ഉണ്ട്. ദേ ലേൺഡ് നമ്പേഴ്സ്, നമ്പർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ദ സ്റ്റോറി ഓഫ് ദ ക്രിയേറ്റർ ഓഫ് ദ യൂണിവേഴ്സ് വാസ് റീഡ് ടു ദം. അതായത് ദൈവം, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാരാണ്, ദൈവമാണ്. അതപ്പോൾ മേ ബി ബൈബിൾ പോലത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ എന്തെങ്കിലും റിലീജിയസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ ഒരു ഗോഡ് എന്ന് പറയുന്ന ഒരു സ്പിരിറ്റ് എന്നുള്ള രീതിക്കോ അങ്ങനത്തെ പല തരത്തിലുള്ള ക്ലാസ്സുകളും അവർക്ക് കിട്ടുന്നുണ്ട്. ദേ ഹാഡ് ഗുഡ് ഫുഡ്, ടുക്ക് എ ലിറ്റിൽ നാപ്പ്. അപ്പം നല്ല ഫുഡും ഉറക്കവും, കുഞ്ഞു കുട്ടികളാകുമ്പോൾ അങ്ങനെയല്ലേ, ഫുഡൊക്കെ കഴിച്ച് ഉച്ചയ്ക്കൊരു ഉറക്കമൊക്കെ ഉണ്ട്. ആ സുഖമൊന്നും എപ്പോൾ ഉണ്ടാവില്ല, വളർന്നു കഴിഞ്ഞാലുള്ള സ്കൂളിൻ്റെ കാലഘട്ടത്തിലൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടമാണ് കേട്ടോ പറയുന്നത് ഫുഡ്, ഉറക്കം എന്നൊക്കെ പറയുന്നത്. അടുത്ത ചോദ്യം, അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് എന്താ അവന് നല്ല രസമായിട്ട് ഫീൽ ചെയ്തത്. അടുത്ത ചോദ്യം, വാട്ട് റിയലൈസേഷൻസ് മെയ്ഡ് ദ നറേറ്റർ സേ വി ഡിഡ് നോട്ട് ഫൈൻഡ് ഇറ്റ് ആസ് ടോട്ടലി സ്വീറ്റ് ആൻഡ് അൺക്ലൗഡഡ് ആസ് പ്രസ്യൂംഡ്. അപ്പം എന്താണ് അവൻ കുട്ടി പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചതുപോലെ വളരെ സ്വീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മേഘങ്ങളൊന്നും ഇല്ലാത്തൊരു ആകാശമൊന്നും ആയിരുന്നില്ല അത് എന്നാണ് പറയുന്നത്. അതായത് ഉദ്ദേശിക്കുന്നത് തെളിഞ്ഞൊരാകാശം എന്ന് പറയുമ്പോൾ എന്താണ്, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇതേപോലെ കളിയും ഉറക്കവും ഫുഡും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് പോവാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല സംഭവം എന്നാണ് അവൻ പറയുന്നത്. എന്താ, നമ്മളിപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ആ ഒരു ഫസ്റ്റ് കുറച്ച് ദിവസം അല്ലെങ്കിൽ ഏറ്റവും കുഞ്ഞു കുട്ടിയായിട്ട് ഫസ്റ്റ് സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് മാത്രമാണ് ഈ പറഞ്ഞ പോലെ ഫുഡ് കഴിച്ചിട്ടുള്ള ഉറക്കവും പലതരത്തിലുള്ള ഗെയിംസും കുട്ടികളുടെ കൂടെയുള്ള കളിയും കാര്യങ്ങളൊക്കെ ഫുൾ ടൈം ഉണ്ടാവുള്ളൂ. പിന്നെ എന്തായി, കാര്യങ്ങൾ സീരിയസ് ആവാൻ തുടങ്ങും, പഠിപ്പിക്കാൻ തുടങ്ങും, പിന്നെ ഇമ്പോസിഷനായി, അടിയായി, ചീത്തയായി, വീട്ടുകാരെ വിളിപ്പിക്കലായി, അങ്ങനെ കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യമാണ് എന്ത് പറയുന്നത് ഇവിടെ പറയുന്നത്, ഞങ്ങൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങൾ. In spite of the good food, learning, games and friendships, there were things that were not sweet. അപ്പം എന്താണ്, ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെയും ഫുഡിൻ്റെയും കളികളുടെയൊക്കെ ഇടയിൽ എന്താണ്, അത്ര രസമില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. Desolate winds and expected accidents occurred. അപ്പം എന്താണ്, കുറച്ച് കാര്യങ്ങളൊക്കെ ആക്സിഡൻസ് പോലെ കുറേ സംഭവങ്ങളൊക്കെ വരാൻ തുടങ്ങി. So the children had to be watchful and patient. അപ്പം എന്താണ്, അതുകൊണ്ട് തന്നെ ഈ ഡെസ്ലാഡൻ മീൻസ് ഈ കാറ്റ്,
അങ്ങനത്തെ ചൂടുകാറ്റ് പോലത്തെ സംഭവങ്ങൾ, അതേപോലെ അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻറ്റ്സ് പോലത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ എന്താണ്, കുട്ടികൾ കൂടുതൽ കെയർഫുൾ ആവേണ്ട ഒരു അവസ്ഥയിലോട്ട് വന്നു. റൈവൽറീസ് ബ്രോട്ട് പെയിൻ, ഹാട്രഡ് ആൻഡ് ഫൈറ്റിംഗ്. അപ്പോൾ എന്താണ്, ശത്രുതകൾ ഇടയിൽ ഫൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. എങ്ങനെ ശത്രുതകൾ, കുട്ടികൾക്കിടയിൽ എങ്ങനെ ശത്രുതകൾ ഉണ്ടാവുക, ഈ മത്സരങ്ങളിലും കാര്യങ്ങൾ. പിന്നെ നമ്മൾ അറിയാലോ, പിച്ചി മാന്തി നുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഉള്ള ശത്രുതകളാട്ടോ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആ ഒരു സ്കൂൾ ലെവൽ കൂടുന്നതനുസരിച്ച് എന്താണ്, ആ ശത്രുതയുടെ ഇൻറ്റൻസിറ്റിയും കൂടും. പ്രശ്നങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഒന്ന് നുള്ളി പിച്ചി എന്നൊക്കെയാണ് ചെറുപ്പത്തിൽ എന്നുണ്ടെങ്കിൽ വലുതാകുമ്പോഴേക്ക് എന്താ ഉന്തും തള്ളുമാവും, ഒന്നുകൂടി വലുതാകുമ്പോഴേക്ക് അടിയാവും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്, അങ്ങനെയുള്ള ശത്രുതകളും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. ദ ലേഡി സംടൈംസ് സ്കൗൾഡ് ആൻഡ് സ്കോൾഡഡ്. അപ്പോൾ എന്താണ്, ചില സമയത്തൊക്കെ ആ സ്ത്രീ എന്ന് പറയുന്നത് ആരാ, അവരുടെ ടീച്ചറാണ്. തുടക്കത്തിൽ വന്നിട്ട് ഇത് നിങ്ങളുടെ വീടാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നല്ല വാക്കൊക്കെ പറഞ്ഞ സ്ത്രീ പിന്നെ എന്തായി, സൗണ്ട് മാറാൻ തുടങ്ങി. അതെന്താണ്, പിന്നെ ചീത്തയാവാൻ തുടങ്ങി, ശകാരങ്ങളായി മാറാൻ തുടങ്ങി. ഇത് പറഞ്ഞ കേൾക്കാതെ ആകുമ്പോൾ എപ്പോഴും ഒരേപോലെ കുട്ടികളോട് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചീത്ത പറയാനും തല്ലാനൊക്കെ തുടങ്ങും. ഷീ ഈവൻ ഗാവ് ദം ഫിസിക്കൽ പണിഷ്മെൻറ്റ്. എന്തുവരെ തുടങ്ങി, ദേഹത്തോട്ടുള്ള കളി വരെ തുടങ്ങി. അതായത് അടിക്കാൻ തുടങ്ങി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഉപദ്രവിക്കാൻ വരെ തുടങ്ങി. പറഞ്ഞാൽ കേൾക്കാതെ ആകുമ്പോൾ ടീച്ചർമാർ കുട്ടികളെ അടിക്കുമല്ലോ. അപ്പോൾ അത് വരെ തുടങ്ങി. ആദ്യം വിചാരിച്ച പോലത്തെ നല്ല വാക്കൊന്നും അല്ല പിന്നെ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങൾ എന്ന കുട്ടിക്ക് തോന്നാനുള്ള കാരണം. അടുത്ത ചോദ്യം, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ നറേറ്റീവ് ടെക്നിക് യൂസ്ഡ് ബൈ ദ ഓതർ. നറേറ്റീവ് ടെക്നിക് എന്നാണ് പറയുന്നത്. അപ്പോൾ നറേറ്റീവ് ടെക്നിക് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ തരത്തിലുണ്ട്, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുണ്ട്. ഇവിടെ എന്താണ്, ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവാണ് ഉദ്ദേശിക്കുന്നത്. മൊത്തം ഐ, മീ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തന്നെ സ്വയം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആയതുകൊണ്ട് അതെന്താണ്, ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവാണ്. ദ ഓതർ ഹാസ് യൂസ്ഡ് ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് ആൻഡ് ദ സ്റ്റോറി ടെല്ലിംഗ് മോഡ്. അപ്പം എന്താണ്, ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവിലാണ് ആ ഒരു സ്റ്റോറി അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നറേറ്റീവ് ഇസ് ലീനിയർ ആൻഡ് ദ സ്റ്റോറി പ്രൊസീഡ്സ് ഇൻ എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാനർ. അപ്പം എന്താ, വളരെ ലീനിയർ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ആ ഒരു കഥ കൊണ്ടുപോകുന്നത്. സിമ്പിൾ ലാംഗ്വേജ് ആൻഡ് ഷോർട്ട് സെൻറ്റൻസസ് മേക്ക് ദ സ്റ്റോറി വെരി എൻജോയബിൾ. ക്യാരക്ടറൈസേഷൻ ഇസ് വെരി ഫൈൻ. നല്ല ക്യാരക്ടറൈസേഷനും അതേപോലെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, വൈ ഡിഡ് ദ ബോയ് റെസിസ്റ്റ് ദ ഫാദേഴ്സ് അറ്റംപ്റ്റ് ടു സെൻഡ് ഹിം ടു സ്കൂൾ? വാട്ട് മെയ്ഡ് ഹിം ആസ്ക് ദ ക്വസ്റ്റ്യൻ വൈ സ്കൂൾ? അപ്പം എന്തുകൊണ്ടാണ് അവൻ സ്കൂളിൽ പോകാൻ വേണ്ടി അച്ഛൻ വിളിച്ച് കൊണ്ടുപോകുമ്പോൾ ഇവൻ അത് എതിർത്തത്? അതേപോലെ വൈ സ്കൂൾ, എന്തിനാ ഇപ്പോൾ സ്കൂളിൽ പോകണം എന്നൊരു ചോദ്യം അവൻ ചോദിക്കാനുണ്ടായ കാരണം എന്താണ്? അപ്പം അതെന്താ, അവനെ സംബന്ധിച്ച് അവൻ്റെ വീടെന്ന് പറയുന്നത് ഒരു പാരഡൈസ് ആണെന്ന് അവർ പറയുന്നുണ്ട്. ആ സ്വർഗത്തിൻ്റെ ഇപ്പം എന്തിനാ എന്നെ പറിച്ചു നടുന്നത്, ഇത് പണിഷ്മെൻ്റ് ആയിട്ടാണ് അവൻ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവൻ എന്ത് ചോദിക്കുന്നത്, വൈ സ്കൂൾ, എന്തിനാ അപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകണേ എന്നുള്ള ചോദ്യം അവിടെ വരുന്നത്. The boy resisted his father's attempt to send him to school because to him his home was paradise and he did not want to leave home. അപ്പോൾ അവനെ സംബന്ധിച്ച് എന്താണ്, അവൻ്റെ വീട് ഒരു സ്വർഗ്ഗമാണ്. അവൻ ആ ഒരു സ്വർഗ്ഗത്തിൽ നിന്ന് വിട്ട് സ്കൂളിലോട്ട് പോകാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. He asked the question why school because he thought school was a place for punishment. അവൻ അങ്ങനെ ചോദിക്കാൻ, എന്തിനാ സ്കൂൾ എന്ന് ചോദിക്കാനുള്ള കാരണം എന്താണ്, സ്കൂൾ എന്ന് പറയുന്നത് പണിഷ്മെൻറ്റിന് വേണ്ടിയുള്ള സ്ഥലമാണെന്നാണ് അവൻ വിചാരിച്ചിരുന്നത്. That is why he told his father that at home he would nothing to annoy him. അപ്പോൾ അതുകൊണ്ടാണ് അവൻ എന്ത് പറയണം, ഞാൻ ഇനി നിങ്ങളെ ശല്യം ചെയ്യുന്ന ഒന്നും ചെയ്യില്ല, എന്നെ സ്കൂളിൽ കൊണ്ടുപോകല്ലേ എന്ന് പറയുന്നത്. ഇനിയുള്ള പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം എന്താ, എക്സ്പ്ലെയിൻ ദ യൂസ് ഓഫ് ഹോം ആസ് എ സിമ്പിൾ ഇൻ ദ സ്റ്റോറി. ഹോം എന്നുള്ളത് കൊണ്ടുള്ള സിമ്പിൾ എന്താണ് ഉദ്ദേശിക്കണമെന്ന് പറയണം. അപ്പോൾ ഇതിന് ഈ ഒരു കഥയിൽ എന്ത് പറയണമെന്ന് നമ്മൾ നോക്കണ്ട. ഹോം എന്ന് പറഞ്ഞാൽ നമുക്കെന്താ, നമ്മളെ സംബന്ധിച്ച് ഹോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സിംബോളിസം എന്താണ്, നമുക്കൊരു ഏറ്റവും നന്നായിട്ട് പറയുന്നത് കംഫർട്ടാണ്. നമുക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എത്ര അഗ്ലി ആയിട്ടാണെങ്കിലും നമുക്കത് മനസ്സമാധാനത്തോട് കൂടിയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം എന്താണ്, നമ്മുടെ വീടാണ്. അപ്പോൾ ഒരു പ്ലേസ് ഓഫ് കംഫർട്ടാണ് ഹോം. അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ എത്ര ചെറിയ വീടാണെന്ന് തന്നെ നമുക്ക് നമ്മുടെ റൂമിൽ നമ്മുടെ ബെഡിൽ കിടന്നുറങ്ങുന്ന സുഖം എത്ര ലക്ഷറിയസ് ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് കിടന്നുറങ്ങിയാലും കിട്ടില്ല. അത് എവിടെയൊക്കെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് അവസാനം നമ്മുടെ വീട്ടിൽ നമ്മുടെ റൂമിൽ എത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു സമാധാനം, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ എന്താണ്, ഹോം എന്ന് പറഞ്ഞ പ്ലേസ് ഓഫ് കംഫർട്ടാണ്. അതേപോലെ നമ്മളെ സംബന്ധിച്ച് അതൊരു സ്വർഗ്ഗം തന്നെയാണ്, പാരഡൈസ് തന്നെയാണ്. അതേപോലെ ഒരു പോസിറ്റീവ് എനർജിയാണ്. അതേപോലെ എന്താണ്, അവിടെ നമുക്ക് എന്താണ് ഒന്നും വറി ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെ എപ്പോഴും ഏത് രീതിക്ക് എങ്ങനെ നടന്നു കഴിഞ്ഞാലും എന്താണ്, നമുക്കറിയാം നമ്മൾ ഏറ്റവും അഗ്ലി ആയിട്ട് ഏറ്റവും മോശമായിട്ട് നടക്കുന്നത് എവിടെയാണ്, നമ്മുടെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് അവിടെ ടെൻഷൻ അടിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് എന്ത്, ഹോം എന്നുള്ളതിൻ്റെ സിമ്പിളായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്താണ് ഹോം, അത് തന്നെയാണ് ഇവിടെയും ഹോം എന്നുള്ള രീതിക്ക് നമ്മൾ എടുക്കേണ്ടത്. At the start of the story, we see the narrator who is a young child walking with his father to attend his first day of school. തുടക്കത്തിൽ എന്താണ്, അവനെയും കൊണ്ട് ആദ്യമായിട്ട് സ്കൂളിൽ കൊണ്ടുപോകുന്ന അച്ഛനെ കാണാം നമുക്ക്. The boy is delighted with the new clothes he is wearing for the occasion but is worried about going to school.
പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ അവൻ എന്താണ് സ്കൂളിൽ പോകുന്നതിനെ കുറിച്ച് നല്ല പേടിയുണ്ട്. ആസ് ഹി വാക്സ് അലോങ് ഹോൾഡിംഗ് ഓൺ ടു ഹിസ് ഫാദേഴ്സ് ഹാൻഡ്, ഹി ഒക്കേഷണലി ടേൺസ് ടു ആസ്ക് ഹിസ് ഫാദർ വൈ ഹി മസ്റ്റ് ഗോ. ഹി ഫീൽസ് ദാറ്റ് പെർഹാപ്സ് ഹി ഈസ് ബീങ് സെൻറ്റ് അവേ ഫ്രം ഹോം ആസ് എ പണിഷ്മെൻറ്റ്. അപ്പോൾ എന്താണ് അവൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, തിരിഞ്ഞിട്ട് അമ്മ നോക്കുന്നുണ്ട്, അവൻ ചോദിക്കുന്നുണ്ട് എന്തിനാ പോണേ, ഇതൊരു പണിഷ്മെൻ്റ് ആണോ എന്നൊക്കെ അവൻ വിചാരിക്കുന്നുണ്ട്. ടു ഹിം ഹോം ഇസ് എ പ്ലേസ് ഓഫ് കംഫർട്ട് ആൻഡ് ഹി ഡസ് നോട്ട് ലൈക്ക് ടു ബി സെൻറ്റ് അവേ ഫ്രം ദർ. അപ്പം അവനെ സംബന്ധിച്ച് ഹോം എന്ന് പറയുന്നത് ഒരു പ്ലേസ് ഓഫ് കംഫർട്ടാണ്, അവൻ അവിടെ നിന്ന് പോകാൻ താല്പര്യമില്ല. അറ്റ് ഹോം യു ഗെറ്റ് ലവ്, അഫെക്ഷൻ ആൻഡ് കമ്പാനിയൻഷിപ്പ്. വീട്ടിൽ നിന്നാണ് നമുക്ക് ലവും അഫെക്ഷനും കമ്പാനിയൻഷിപ്പും ഒക്കെ കിട്ടുന്നത്. പാരൻസ് ആൻഡ് സിബ്ലിങ്സ് ഹെൽപ്പ് ദ ബോയ് ടു ഫീൽ ഹാപ്പി ആൻഡ് കംഫർട്ടബിൾ. പാരൻസും അതുപോലെ സിബ്ലിങ്സുമാണ് ആ കുട്ടീനെ സന്തോഷത്തോടു കൂടി കംഫർട്ടബിളാക്കി ജീവിക്കാൻ അനുവദിക്കുന്നത്. ഓൾദോ ഹിസ് ഫാദർ റീഅഷ്യൂർസ് ഹിം ഹി ഈസ് നോട്ട് കൺവിക്റ്റഡ് ദാറ്റ് ദർ റിയലി വാസ് എനി ഗുഡ് ടു ബി ഹാഡ് ഇൻ ടിയറിങ് ഹിം അവേ ഫ്രം ദ ഇൻറ്റിമസി ഓഫ് ഹിസ് ഹോം. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് നീ തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് പണിഷ്മെൻ്റ് അല്ല നിന്നെ സ്കൂളിൽ കൊണ്ടുപോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. വി സി ദ ബോയ് hesitant at the school to enter it, but then the father tells him to be a man, as that day a boy truly begins his life. അപ്പോൾ അച്ഛൻ എന്താ പറയുന്നത്, നീ സ്കൂളിൽ പോകാൻ തുടങ്ങി, അവിടെ നിന്നാണ് നീ ഒരു പുരുഷനാവാൻ തുടങ്ങുന്നത്, ഒരു മനുഷ്യനാവാൻ തുടങ്ങുന്നത്, മച്ചുവേർഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആവാൻ തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്യണം, ആദ്യം സ്കൂളിൽ പോകാൻ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ് അയാൾ അവനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത്, ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി ക്യാരീസ് ടു എഡ്ജസ് ഓഫ് ലൈഫ്. രണ്ട് അറ്റങ്ങളെ അല്ലെങ്കിൽ രണ്ട് വശങ്ങളെ, ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങളെയാണ് അതിൻ്റെ ടൈറ്റിൽ കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. ടൈറ്റിൽ എന്താ, ഹാഫ് എ ഡേ എന്നാ പറയണം. അപ്പോൾ നമ്മളൊരു ഹാഫ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തുകൂടെ ഉണ്ട്, ഒരു ഹാഫ് അപ്പുറത്തും കൂടെ കിടക്കുന്നുണ്ട്. ഓൾറെഡി ഒരു ഹാഫ് പറയുകയും ചെയ്തു, ഒരു ഹാഫ് അപ്പുറത്ത് കിടക്കുന്നുണ്ട്. രണ്ട് ഹാഫ് ചേർന്നാലാണ് എന്താവുള്ളൂ, ഒന്നാവുള്ളൂ, ഒരു കംപ്ലീറ്റ് സംഭവം ആവുള്ളൂ. അപ്പോൾ ഈ ഹാഫ് ആൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ എന്താ, രണ്ട് ഭാഗങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്ന രണ്ട് ഭാഗങ്ങൾ എന്തൊക്കെയാവും, ഒന്ന് സ്കൂൾ എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു കംപ്ലീറ്റ് ലൈഫ് അല്ല നമ്മളുടെ സ്കൂൾ. അല്ലെങ്കിൽ സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന 5ാം ക്ലാസ് 6ാം ക്ലാസ് 10ാം ക്ലാസ് മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആ ഒരു ഏരിയ മൊത്തം, നമ്മുടെ ഡിഗ്രി ആണെങ്കിലും PG ആണെങ്കിലും എത്ര വർഷം നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ എന്താണ് ഒരു ഫേസിൽ നമ്മൾ പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഒരു ഹാഫ് മാത്രമേ ആവുന്നുള്ളൂ. അത് കഴിഞ്ഞ് പഠനം കഴിഞ്ഞ് അതിനപ്പുറം നമുക്ക് എന്തുണ്ട്, ഒരുപാട് വേറൊരു ഭാഗം, ജീവിതത്തിൻ്റെ മറ്റൊരു എഡ്ജ് ബാക്കിയുണ്ട്. അങ്ങനെ നമുക്ക് എന്ത് പറയാം, ജീവിതത്തിൻ്റെ രണ്ട് ഭാഗമാണ് എന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ്, ഹാപ്പിനെസ് മാത്രമാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക. ഹാപ്പിനെസ് ഒരു ഭാഗമാണെങ്കിൽ, ഒരു ഹാഫ് ആണെങ്കിൽ മറ്റേ ഹാഫ് എന്തായിരിക്കും, നമുക്ക് വിഷമങ്ങളും ഉണ്ടാവുമായിരിക്കും എന്നല്ല, ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ എന്താണ്, അങ്ങനെ നമുക്ക് കണക്കാക്കാം. അല്ലെങ്കിൽ എന്താണ്, റൂറൽ ലൈഫും അതേപോലെ അർബൻ ലൈഫും രണ്ടും ഇതിനകത്ത് പറയുന്നുണ്ട്. തുടക്കത്തിൽ എന്താണ്, ഗ്രാമീണമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവസാനമായപ്പോഴേക്കും എന്താണ്, സിറ്റി ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ബിൽഡിങ്സിനെ കുറിച്ചും വാഹനങ്ങളെക്കുറിച്ചും തിരക്കിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്താണ്, രണ്ട് ഹാഫുകൾ പറയാം. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് ഭാഗങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. The title of the story, Half a Day, and it is a wonderful story by the Nobel Prize winning Egyptian writer Naguib Mahfouz. The title certainly carries two edges of life. The half a day spent in school is an allegory for the way in which an entire lifetime can seem to last only half a day. അപ്പം ആ ഒരു ഹാഫ് എ ഡേ എന്നും പറഞ്ഞിട്ട് സ്കൂളിൽ നിന്നും രാവിലെ ചെന്ന് ഉച്ച കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചു വരുന്ന ആ ഒരു സമയം കൊണ്ട് ഇവരെന്താ പറഞ്ഞു തീർത്തത്, ഒരു ലൈഫ് ടൈമാണ് അവർ പറഞ്ഞു തീർക്കുന്നത്. ദ സ്കൂൾ റെപ്രസെൻറ്റ്സ് what one might call the school of life. As all of the events that take place there are allegorical for the human condition and the human experiences of life. അപ്പോൾ എന്താണ്, അതെല്ലാം എന്താണ്, ഒരു അലിഗറി പോലെ, ഒരു ഹ്യൂമൻ എക്സ്പീരിയൻസിനുള്ള, ലൈഫിൻ്റെ ഹ്യൂമൻ എക്സ്പീരിയൻസിനുള്ള ഒരു അലിഗറി പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഹാഫ് എ ഡേ ഷോസ് ദ പ്ലഷേഴ്സ് ആൻഡ് പെയിൻസ് ഓഫ് ലൈഫ്. എന്താണ്, പ്ലഷേഴ്സും പെയിൻസും ഒരേപോലെ കാണിക്കുന്നുണ്ട്. ലൈഫ് ഇസ് നോട്ട് ഓൾവേസ് പ്ലഷറബിൾ നോർ ഇസ് ഇറ്റ് ഓൾവേസ് പെയിൻഫുൾ. എപ്പോഴും സന്തോഷം നമുക്ക് കിട്ടില്ല, എപ്പോഴും സങ്കടവും കിട്ടില്ല. രണ്ടും എന്തുണ്ടായിരിക്കും, ഓരോ ഭാഗത്തായിട്ട് വന്നുകൊണ്ടിരിക്കും. ജസ്റ്റ് ലൈക്ക് ഡേ ആൻഡ് നൈറ്റ് ഡിവൈഡ് ദ ഡേ, പ്ലഷേഴ്സ് ആൻഡ് പെയിൻസ് ഡിവൈഡ് ലൈഫ്. Again, we find the two edges of rural ambience and crowded urban busy life. എന്താണ്, ഈ റൂറൽ ആംബിയൻസും അതേപോലെ ക്രൗഡഡ് ഏർബൺ ബിസി ലൈഫും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻ ദ ലേഡി ഇൻ ദ സ്കൂൾ വി ഫൈൻഡ് ദ ടു എഡ്ജസ് ഓഫ് ലൈഫ്, സ്മൈൽസ് ആൻഡ് സ്കൗൾസ്. അപ്പോൾ ടീച്ചറുടെ സ്വഭാവത്തിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്, തുടക്കത്തിലൊക്കെ ചിരിച്ച് കളിച്ച് വന്ന ആൾ പിന്നെ എന്താണ് ശകാരിക്കാൻ തുടങ്ങി, അതേപോലെ അടിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. അതും എന്താണ്, രണ്ട് തലങ്ങളാണ് അല്ലെങ്കിൽ രണ്ട് ഹാഫാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് കേട്ടോ.
ഈ മൂന്നാമത്തെ ചോദ്യം, ദർ വാസ് നോ ക്വസ്റ്റ്യൻ ഓഫ് എവർ റിട്ടേണിംഗ് ടു ദ പാരഡൈസ് ഓഫ് ഹോം. ഈസ് ഇറ്റ് അബൌട്ട് ദ ബ്രെവിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ്? കമൻറ്റ്. അപ്പം അതിൽ പറയുന്നുണ്ട്, ഇനി ഒരിക്കലും ആ ഒരു വീടെന്ന് പറയുന്ന സ്വർഗത്തിലോട്ട് തിരിച്ചു പോക്കില്ല എന്നൊരു സെൻറ്റൻസ് അവിടെ വരുന്നുണ്ട്. അപ്പം അത് നമ്മുടെ ലൈഫിൻ്റെ ആ ഒരു ബ്രെവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ചുരുക്കം, അല്ലെങ്കിൽ ലൈഫ് എന്ന് പറയുന്നത് ഷോർട്ടാണ് എന്നുള്ള ഒരു കൺസെപ്റ്റാണോ പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെയാണോ? അങ്ങനെ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലൈഫിൽ നമുക്ക് എന്താണ് ആ ഒരു പാരഡൈസ്, വീട് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ജനിച്ച് വീണപ്പോൾ തൊട്ട് മരിക്കുന്നത് വരെ ആ വീട്ടിൽ തന്നെ താമസിക്കാൻ പറ്റുമോ? പറ്റില്ല. അതിപ്പോൾ ആരുടെ കേസാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് അവിടുന്ന് മൂവ് ചെയ്യേണ്ടി വരും. എന്തൊക്കെയായിരിക്കാം? നമുക്ക് ചിലപ്പോൾ പഠനത്തിൻ്റെ കാരണങ്ങൾ കൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു 3-4 വയസ്സാകുമ്പോഴേക്കും എന്താണ് നമ്മൾ UKG LKG ഒക്കെ ആയിട്ട് പോകാൻ തുടങ്ങും. അപ്പം മുതൽക്ക് എന്താണ് നമ്മൾ വീട്, അതുമാത്രമല്ല അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പല പല കാര്യങ്ങൾക്കായിട്ട് നമ്മളെ വീട്ടുകാർ പുറത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഫുൾ ടൈം നമ്മൾ എന്തല്ല ആ പാരഡൈസിലല്ല. പഠിക്കുന്ന കാര്യമാണെങ്കിലും ജോലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പല പല കാര്യങ്ങളായിട്ട് നമുക്ക് ആ പാരഡൈസിൽ നിന്നും മാറി നിൽക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെ നിലനിൽക്കുക, വീട്ടിനകത്ത് തന്നെ നിലനിൽക്കുക എന്ന് പറയുന്നത് എന്താണ്, വളരെ ഷോർട്ടായിട്ടുള്ള, ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെയാണ് വീട്ടിൽ നിലനിൽക്കുക എന്നുള്ളത് ഷോർട്ടായിട്ടുള്ള കാര്യമാണെന്ന് മാത്രമല്ല, ഹ്യൂമൻ ലൈഫ് തന്നെ വളരെ ഷോർട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ എന്താണ്, അൺസ്റ്റേബിൾ ആണ്. എവിടെ നിൽക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കുന്നയാൾ നാളെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ എന്താണ്, വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഒരിക്കലും ഒരേ സ്ഥലത്ത് തന്നെ നമുക്ക് സ്റ്റേബിളായിട്ട് നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതൊക്കെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇനി ആ സ്വർഗത്തിലോട്ട് തിരിച്ചു പോക്കില്ല എന്നുള്ള ഒരു സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The story Half a Day by the Nobel Prize winning Egyptian writer Naguib Mahfouz is an allegory that shows the transience of life and the passage of time. ഇപ്പം എന്താണ്, സമയം കടന്നു പോകുന്ന സമയത്തെക്കുറിച്ചും അതേപോലെ ലൈഫിൻ്റെ ട്രാൻഷ്യൻസ് ഒരു ക്ഷണികമായിട്ടുള്ള ഷോർട്ടായിട്ടുള്ള എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. എന്നുവെച്ചാൽ അത് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഷോർട്ട് പീരീഡിൽ ഒരു ഹാഫ് എ ഡേ കൊണ്ട് എന്താണ് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ലൈഫിനെയാണ് അവർ പറയുന്നത്. ഹോൾ ലൈഫിനെ അവർ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഒരു അര ദിവസം കൊണ്ട് അവർ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു അര ദിവസം പോലെ ഷോർട്ടാണ് മനുഷ്യൻ്റെ ലൈഫ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. It is also a coming-of-age story where the author traces the narrator's life from his time as a schoolboy till he becomes a grandfather. ഒരു സ്കൂൾ ബോയ് ആയിരുന്നത് മുതൽക്ക് ഒരു ഗ്രാൻഡ് ഫാദർ ആവുന്നത് വരെയുള്ള കാര്യമാണ് അതിൽ പറയുന്നത്. It describes the whole life cycle of a human being. ഒരു ഹോൾ ലൈഫ് സൈക്കിൾ തന്നെയാണ് പറയുന്നത്. Time passes so fast that even the narrator is taken back by the sudden transformations. സമയം എന്താണ്, വളരെ വേഗത്തിലാണ് കടന്നു പോകുന്നത്. Mahfouz plays with the concept of time and also with the human psychology. സമയത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റും അതേപോലെ ഹ്യൂമൻ സൈക്കോളജിയും ഒക്കെ വെച്ചിട്ടാണ് അദ്ദേഹം ആ ഒരു വാക്ക് എഴുതിയിട്ടുള്ളത്. ദ സ്റ്റോറി ഓൾസോ ഷോസ് ദ സോഷ്യൽ കൾച്ചറൽ എക്കണോമിക് ചേഞ്ചസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ഹിസ് ഹോം ലാൻഡ് ഓവർ ദ ഇയേഴ്സ്. അപ്പം മാത്രമല്ല അതിൽ എന്ത് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ആ നാട്ടിൽ സോഷ്യലി അല്ലെങ്കിൽ കൾച്ചറലി അല്ലെങ്കിൽ എക്കണോമിക്കലി ആയിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ആ തുടക്കവും അവസാനവും കാണുമ്പോൾ മനസ്സിലാവും. ദ ചേഞ്ചസ് വർ സോ ഫാസ്റ്റ്, എന്നാൽ വളരെ സ്പീഡിലാണ് അതൊക്കെ നടന്നിട്ടുള്ളത്. that many native people struggle to understand and adapt to them. അപ്പം എന്താണ്, പലർക്കും അത് ഇത്രയും, അതായത് ഈ ഒരു മുത്തശ്ശനായി കഴിഞ്ഞ സമയത്തും അയാൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത്രയും മാറ്റങ്ങൾ ഇവിടെ വന്നല്ലോ. ആക്ച്വലി അതെന്താണ്, അദ്ദേഹം ഒരു ചെറുപ്പം മുതൽക്ക് ഒരു മുത്തച്ഛനാവാന്ന് പറയുമ്പോൾ എന്തായാലും ഒരു 60 വർഷത്തിന് മേലെ ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു 40, 50, 60 വർഷം എടുത്തു വന്ന ചേഞ്ചാണ്. പക്ഷെ അതും എന്താണ്, ആർക്കും ആ നാട്ടിലുള്ളവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് വളരെ ഷോർട്ടായ ടൈം പീരീഡ് ആയിട്ടാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. The boy goes to school and by the end of the day he returns home, but then he loses the way and is caught up in the busy street unable to cross it. അപ്പം എന്താണ്, അങ്ങനെ രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടി തിരിച്ചു വരുമ്പോഴേക്കും എന്താണ്, റോഡ് ക്രോസ് ചെയ്യാൻ പറ്റാതെ ആ ഒരു ബിസി സ്ട്രീറ്റിൽ കുടുങ്ങി പോകാൻ. രാവിലെ പോകുമ്പോൾ അവിടെ ആ റോഡ് ബിസി ആയിരുന്നില്ല, പൂക്കളും ചെടികളും ഒക്കെ ആയിട്ട് നിന്നിരുന്ന സ്ഥലം തിരിച്ചു വന്നപ്പോഴേക്കും എന്താണ്, അതൊരു സിറ്റി ആയിട്ട് മാറിയിരിക്കുന്നു. ദ ഫാക്ട് ഇസ് ദാറ്റ് ഹി വിൽ നെവർ അഗെയിൻ റിട്ടേൺ ഹോം ടു ഇറ്റ്സ് കംഫർട്ട് ആൻഡ് ലവ് ആസ് ഹി ഗെറ്റ്സ് ലോസ്റ്റ് ഇൻ ദ ഡസ്റ്റ് ആൻഡ് ഡിൻ ഓഫ് ലൈഫ്. അപ്പം ആ ഒരു ലൈഫിൻ്റെ പൊടിപടലത്തിനിടയ്ക്ക്, ആ ഒരു റഷിൻ്റെ ഇടയ്ക്ക് അവൻ ഇനി ഒരിക്കലും ഒരു തിരിച്ചുപോക്കില്ല, ആ ഒരു പാരഡൈസിലോട്ടുള്ള തിരിച്ചുപോക്കിന് അപ്രാപ്യമാണ് എന്നുള്ളൊരു മീനിങ് ആണ് എന്തുകൊണ്ട് വരുന്നത്, ആ ഒരു റോഡ് ക്രോസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബൈ ദ ടൈം ഹി നോസ് ഇറ്റ് ഹി ഈസ് ഓൾറെഡി ഓൾഡ് റെഡി ഫോർ ഹിസ് ഗ്രേവ്. അപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞ് വന്നപ്പോഴേക്കും എന്താണ്, അയാൾ ഒരുപാട് വയസ്സനായി കഴിഞ്ഞിരുന്നു. അതേപോലെ എന്താണ്, ഗ്രേവിലോട്ട് പോകാൻ, അത് മരിക്കാറായിട്ടുണ്ട്, അതായത് ജീവിതം കഴിയാനായിട്ടുള്ള പ്രായമായി എന്നാണ് ഉദ്ദേശിക്കുന്നത്. Certainly the story is about the brevity of life. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അതെന്താണ്, ലൈഫിൻ്റെ